ചെയ്യുമ്പോൾ ഇപ്പൊ തെലുങ്കും മറാത്തിയും ഹിന്ദിയും മലയാളം ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ. അപ്പോൾ ഓരോ ഭാഷയിലും സ്റ്റൈൽ അവരുടെ ഒരു സ്റ്റണ്ടിൽ ഉണ്ടാവുന്ന അപ്പൊ ഇവിടത്തെക്കാട്ടല്ല ഇവിടെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മളെ ഇപ്പൊ തെലുങ്ക് കാണുമ്പോൾ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്തിട്ടൊക്കെയാണല്ലോ നമ്മൾ അവർക്ക് വേണ്ടത് കൂടുതൽ വെറൈറ്റി ആയിട്ട് കൂടുതൽ ആരും പ്രതീക്ഷിക്കാതില്ല. ലോജിക് ഒന്നും വിഷയമല്ല. കാരണം നമ്മൾ തെലുങ്കിലാണ് നമ്മൾ കൂടാൻ ഈ പൊടി പറക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ കുറവാണ് അങ്ങനെ. അപ്പൊ തെലുങ്കിൽ അങ്ങനെയുണ്ട്, തമിഴിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത്? മാറിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി മാറിയിട്ട് വരുന്നുണ്ട്. പക്ഷെ തെലുങ്ക് ഇപ്പോഴും അവരതാണ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഓരോ ഭാഷയിലും പോകുമ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ, അത് നിങ്ങൾ ഡയറക്ടറുടെ കൂടെ ഇരുന്നിട്ടാണോ അങ്ങനെ ഓരോ ഭാഷയിൽ ചെല്ലുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇല്ല, അവര് നമ്മളോട് സിറ്റുവേഷൻ മാത്രമേ പറഞ്ഞു. ബാക്കി നമ്മള് പ്ലാൻ ചെയ്തതിനു ശേഷം പ്ലാൻ ചെയ്ത് അവരെ ഒന്ന് കാണിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിനുശേഷം ഫോളോ അപ്പ്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഒരു ജോലി ഏതായാലും സെയിം ആയിട്ടാണോ തോന്നാറുള്ളത്? ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇടിച്ചിട്ട് ഒരു 5 പേര് തെറിച്ചു പോകുന്നു. ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പോലും. ഇപ്പൊ ബാബു ആന്റണി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴല്ല അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു നോർമലി ഒരാൾ ഇടിച്ചാൽ ഒരു പറന്നു പോകുന്നതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോ ഈ അങ്ങനെ പറന്നു പോകുന്ന ടൈപ്പ് ഓഫ് സീക്വൻസുകളാണോ അതോ റിയലിസ്റ്റിക് ആയ സീക്വൻസുകളാണോ? നിങ്ങളുടെ ജോലി ശരിക്കും ഏതാണ് എളുപ്പം? ഈസി പറന്നു പോകുന്നതാണോ? അതെന്തുകൊണ്ടാണ്? അതെന്താ വെച്ചാൽ നമുക്കിപ്പോ ഗിമ്മിക്കുകൾ കുറച്ച് ഉപയോഗിക്കുന്നതാണോ? ക്യാമറ ചിലപ്പോൾ ടൈമിങ്ങോ എക്സ്പ്രഷനോ ഒക്കെ ഇല്ലാത്ത ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും അവരെ വെച്ച് ചെയ്യാൻ അല്പം